ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ബിവി ടെക് ആൻഡ് വ്ലോഗ്സ്. നമ്മൾ നിലവിലുള്ളത് ആനയടിക്കുത്തിലാണ്. ഈ ആനയടിക്കുത്തില് മുകളിലത്തെ കാഴ്ചയാണ് കേട്ടോ നമ്മൾ ഈ കാണുന്നത്. സാധാരണ ആനടിക്കുത്തി വന്നു കഴിഞ്ഞാൽ എല്ലാവരും കുത്തിലിറങ്ങി കുളിക്കാനും അവിടെ ചില്ല് ചെയ്യാനാണ് നോക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു വെറൈറ്റി ഉള്ള കാഴ്ചയാണ്. 3 കുഴികളാണ് അതിന് മേളിലുള്ളത്. അതിൽ നടുക്കത്തെ കുഴിക്ക് ആണ് ഈ കുറഞ്ഞ കാഴ്ചകൾ നടക്കുന്നത്. മേളിലത്തെ കുഴിയിൽ ചെറിയ കുഴിയാണ്. താഴത്തെ കുഴിയിൽ ആരും ഞാൻ കയറി നോക്കിയിട്ടില്ല. അതിനകത്ത് കുറച്ച് കുഴികൾ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതിനകത്ത് ആരും കുളിച്ച് കണ്ടിട്ടില്ല. അപ്പോൾ നമ്മുടെ ഇവിടെ വന്നപ്പോൾ പിള്ളേർ അടിപൊളിയായിട്ട് ചില്ല് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് നേരം നോക്കി നിന്നപ്പോൾ എൻ്റെ കുട്ടിക്കാലം എനിക്ക് ഓർമ്മ വന്നു. ഞങ്ങൾ സ്കൂൾ ടൈമിലൊക്കെ ഒരുപാട് ഒന്ന് ചാടിയ ഒരു കുഴി തന്നെ കേട്ടോ. അപ്പം ശരിക്കും പറഞ്ഞാൽ എനിക്ക് നന്നായിട്ട് നീന്താനൊന്നും അറിയത്തില്ലെങ്കിലും നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഉള്ളപ്പോൾ നമുക്കൊരു ധൈര്യമുണ്ട്. അപ്പോൾ ആ ഒരു ധൈര്യത്തിന് ഞാൻ ഇവരോട് ചോദിച്ചു, അടയന്മാരെ ഒന്ന് ഞാൻ ചാടിക്കോട്ടെ എന്ന് ചോദിച്ചു. അവന്മാരെ ചോദിച്ചു, ഓ എന്താ ചേട്ടാ ചാടിക്കുമോ എന്ന് ചോദിച്ചു. പിന്നെ അനുവാണെങ്കിൽ കണ്ണും വീർപ്പിച്ച് ഇങ്ങനെ നിൽക്കണായിരുന്നു. അത് ശരി, എനിക്ക് തീരെ താല്പര്യം ഉണ്ടായില്ല. കാരണം നമ്മൾ തോർത്തൊന്നും എടുത്തിട്ടുണ്ടായില്ല. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ചില്ല് ചെയ്യാൻ വേണ്ടി പോയതായിരുന്നു കേട്ടോ. ആനടിക്കുത്ത് കാണണമെന്ന് അനു പറഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് പോയിട്ട് വന്നായിരുന്നു. പിള്ളേര് ചാടാനുണ്ടപ്പോ ചേട്ടന്റെ കൺട്രോളും പോയി. സത്യം പറഞ്ഞ ആളെടുത്ത് ചാടി. അമ്മ നല്ല പൊളിയായിട്ടാ ചാടുന്നത്, നല്ല അടിപൊളിയാണ്. അപ്പൊ ഞാനൊന്ന് ചാടി നോക്കട്ടെ. സെറ്റപ്പാണ്, പണി കിട്ടി ചെറുതായിട്ട്. ഭാഗ്യത്തിന് മാല ഊരി പോയില്ല. പിള്ളേര് വന്ന് സംഭവം സപ്പോർട്ട് ചെയ്തു. അത് കാരണം മാല കിട്ടി. കാരണം 3 ആള് താഴ്ചയുണ്ടെന്നാണ് ചേട്ടൻ ചാടിയിട്ട് പറഞ്ഞത്. ചേട്ടൻ ഒരു കാര്യം കൂടി പറഞ്ഞു, ഈ ചാടിക്കഴിഞ്ഞിട്ട് എന്റെ അടുത്തും എടുത്ത് ചാടാൻ പറഞ്ഞേ. ഞാൻ വിചാരിച്ചത് ഇത് സ്വിമ്മിംഗ് പൂള് പോലെ തന്നെ അത്രയും താഴ്ചയില്ലാത്ത സംഭവമാണെന്നാ ഞാൻ വിചാരിച്ചത്. പിന്നെ ഈ കുളത്തിന് ചെറിയൊരു അഡ്വാൻറ്റേജ് ഉണ്ട് കേട്ടോ. നമ്മൾ താഴത്തേക്ക് പോയി നമ്മൾ താഴത്ത് ചെന്ന് കഴിയുമ്പോൾ തന്നെ ചവിട്ടി പൊങ്ങി കഴിഞ്ഞാൽ കയറി പോരാം. ചെറുതായിട്ടൊക്കെ ഒന്ന് അറിയാവുന്നവർക്ക് രക്ഷപ്പെട്ട് പോരാന്നേ ഉള്ളൂ. പക്ഷെ എന്നാലും റിസ്ക് എടുക്കാൻ നിൽക്കരുത്. അറിയില്ലാത്തവരാരും ഇതിനകത്ത് ഇറങ്ങരുത്. വെള്ളത്തിൽ പേടിയുള്ളവരോ നീന്താൻ അറിയില്ലാത്തവരോ ആരെങ്കിലും സപ്പോർട്ട് ഇല്ലാണ്ട് ഒരു കാരണവശാലും ഒന്ന് ഇറങ്ങാൻ നിൽക്കരുത്. 3 ആൾ താഴ്ചയുണ്ട് ഇതിന്. 3 ആൾ താഴ്ച കൂടുതലുണ്ടെങ്കിലേ ഉള്ളൂ. അറിയില്ല. എനിക്ക് ചാടണമെന്ന് അതിയായ ഒരു മോഹം ഉണ്ടായി പിള്ളേർ ഇങ്ങനെ ചാടണണ്ടപ്പോ. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ടൊക്കെ ആണെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ ഇതുപോലെയുള്ള വീഡിയോസ് ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. പിന്നെ നമ്മുടെ വണ്ണപ്പുറത്തിനടുത്ത് ഒരുപാട് കിട്ടുന്ന സ്പോട്ടുകളുണ്ട്. അവിടെ വരുന്നവരൊന്നും ആ ഭാഗങ്ങൾ വൃത്തികേടാക്കാൻ ശ്രമിക്കരുത്. ഒരുപാട് മദ്യക്കുപ്പികളും പൊട്ടിച്ചിടുന്ന ഒരു പ്രവണതയൊക്കെയുണ്ട്. ഒരുപാട് പ്ലാസ്റ്റിക് കുപ്പികളൊക്കെ വലിച്ചെറിഞ്ഞ് കളഞ്ഞ്. അപ്പം നമ്മുടെ പ്രകൃതിയെ നമ്മൾ തന്നെ സംരക്ഷിക്കണം. അതും ഇതുപോലുള്ള പുതിയ സ്പോട്ടും കിട്ടുന്ന സ്പോട്ടുമായിട്ട് നമ്മൾ ഇനി വരുന്നതായിരിക്കും. നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യും. അപ്പം നമ്മുടെ നിയർ ബൈ ഒരുപാട് സേഫ് സ്പോട്ടുകളുണ്ട്. നിങ്ങൾക്കത് പരിചയപ്പെടുന്നതായിരിക്കും. ഒരു കാരണവശാലും നിങ്ങളത് മലിനമാക്കാനോ അത് നശിപ്പിക്കാനോ ശ്രമിക്കരുത്. വരിക, എൻജോയ് ചെയ്യുക, അടിച്ചു പൊളിക്കുക, ചില്ല് ചെയ്യുക, പോവുക. ഓക്കെ, അപ്പോൾ പുതിയ വീഡിയോസ് വരുന്നതായിരിക്കും. ഇറ്റ്സ് മീ ബിബിൻ ആൻഡ് അനു. ബൈ.